ഹലോ ഗൈസ്, വെൽക്കം ടു സയൻസാമിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കയ്യിൽ ഇവിടെ ഒരു പ്രിൻ്ററാണുള്ളത്, ഒരു ഇങ്ക്ജെറ്റ് പ്രിൻ്റർ. ഇതൊരു സ്കാനറും കൂടെ ഉള്ള പ്രിൻ്റർ കേട്ടോ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രിൻ്റർ വർക്ക് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളുള്ളതെന്ന് അറിയണം അല്ലേ. എന്തൊക്കെ സാധനങ്ങളുള്ളതെന്ന് അറിയണമെങ്കിൽ പൊളിക്കാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ഇതിൻ്റെ ഇങ്ക് ടാങ്ക് അഴിച്ചു മാറ്റിയിട്ടുണ്ട്. കാരണം ഇങ്ക് ടാങ്കിനകത്ത് ഇങ്ക് നമ്മുടെ കയ്യിലൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ പോകാനായിട്ട് ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഇങ്ക് ടാങ്ക് ഫസ്റ്റ് നമ്മൾ റിമൂവ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ധൈര്യമായിട്ട് ഇത് തല്ലിപ്പൊളിക്കാം. ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്ക്രൂന്നില്ല. ഈ ഒരു സൈഡ് മതി. നമുക്ക് പവർ സപ്ലൈ പുറത്തെടുക്കാം. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ പ്രിൻ്റർ തെറിച്ച് കുളത്തിപ്പോയി. ഇങ്ങനെയാണെന്ന് വിചാരിച്ചില്ല. എന്തായാലും പണി പാളിന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ പവർ സപ്ലൈക്കകത്ത് ഫുള്ള് വെള്ളം കയറി. എനിവേ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പരിപാടി നമുക്ക് തീർക്കാം. ഫുള്ള് വെള്ളമായി. എന്താ കഥ. ഒരു വലിയൊരു സ്പ്രിങ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ പ്രിൻ്ററിനകത്ത് കിട്ടിയത്. നമ്മുടെ പ്രിൻ്റർ മൊത്തത്തിൽ കുളത്തിൽ പോയെന്ന് വെച്ചാൽ ബാക്കിയെല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് നടന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ അവിടെ കയറിയിട്ടുണ്ട്. നമ്മുടെ പവർ സപ്ലൈക്കകത്തൊക്കെ വെള്ളം കയറി. ഇനി ഇതൊക്കെ ഒന്ന് ഉണക്കിയെടുക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇതെല്ലാം ഒന്ന് ഉണക്കി ഒന്ന് സെറ്റപ്പാക്കി എടുത്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ സാധനം വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് പ്രിൻ്ററിൻ്റെ ഹെഡ് വരുന്നത്. അപ്പോൾ ഈ ഹെഡിൽ ഇത്രയും ഭാഗത്തായിട്ട് വളരെ ചെറിയ ഹോളുകളുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കൈ കൊണ്ട് ഇങ്ങനെ തൂത്താൽ കയ്യിൽ ഇങ്കാവും. കണ്ടില്ലേ, കയ്യിൽ ഇങ്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ ഹോൾ ഉണ്ടെന്ന് കാണാൻ പോലും പറ്റില്ല. അതുപോലെ ചെറിയ ഹോൾസാണ് ഇതിലുള്ളത്. അപ്പോൾ ഈ ഹോളിനകത്തൂടെയാണ് ഇങ്ക് പുറത്തോട്ട് പമ്പ് ചെയ്ത് വിടുന്നത്. അങ്ങനെയാണ് ഓരോ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് ചെറിയ ചെറിയ ഡ്രോപ്സ് ആയിട്ട് പേപ്പറിൽ വരുന്നേ പ്രിൻ്റ് ആകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇങ്ക് പമ്പ് ചെയ്യുന്നത് ഒരു പമ്പ് യൂസ് ചെയ്തിട്ടല്ല, പകരം ചെറിയ റെസിസ്റ്ററുകൾ യൂസ് ചെയ്തിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇങ്ക് ഇവാപ്പറേറ്റ് ചെയ്ത് ആ വേപ്പർ പ്രഷർ കാരണം ഇങ്ക് ഈ ചെറിയ ഹോൾസിനകത്തൂടെ തള്ളി പുറത്തോട്ട് വരുന്നതാണ്. അത് ഓരോ കളറിനും ഓരോ രീതിയിൽ ഓരോ അറേഞ്ച്മെൻറ്റിൽ ഹോൾസ് കൊടുത്തിട്ടുണ്ട്. ഓരോ കളറിനും ഓരോ സെറ്റ് ഹോൾസ് ആണുള്ളത്. ഇതിനകത്ത് കുറേ ഹോളുകളുണ്ട്. നമുക്ക് കണ്ണുകൊണ്ട് നേരെ നമ്മൾ നോക്കി കാണാൻ പറ്റില്ല, പക്ഷേങ്കിൽ ഹോളുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഹോളുകൾ നമുക്ക് കാണാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ആ സൈഡിൽ കാണുന്ന രണ്ട് ലൈന് കുറേ ഹോളുകളാണ് കേട്ടോ. അതാണ് നമ്മുടെ ഈ മെറ്റൽ സ്ട്രിപ്പിലുള്ള ഹോളുകൾ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ പ്രിൻ്ററൊക്കെ ഇടിച്ച് പൊളിച്ച് ഇതിനകത്ത് സാധനങ്ങളൊക്കെ എടുത്ത് ഈ ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ പ്രിൻ്റർ ഇടിച്ച് പൊളിക്കാനിടയ്ക്ക് നമ്മുടെ പ്രിൻ്റർ തെറിച്ചൊന്ന് കുളത്തി വീണായിരുന്നു. കുളത്തി പ്രിൻ്ററൊക്കെ എടുത്ത് പിന്നെ ഉണക്കി നമ്മുടെ പവർ സപ്ലൈക്കകത്തൊക്കെ മുഴുവൻ വെള്ളം കയറിയായിരുന്നു. ഇതൊക്കെ ഇടിച്ച് പൊളിച്ച് ഇതൊക്കെ പൊളിച്ചെടുത്ത് ഇതിനകത്തെ വെള്ളമൊക്കെ നമ്മൾ ഹെയർ ഡ്രയറിന് ഉണക്കി
എന്നിട്ടാണെല്ലാം റെഡിയാക്കിയത്. ഓക്കെ, അപ്പോൾ എന്തായാലും ചെറിയൊരു ട്രാജഡി പറ്റിയെങ്കിലും നമ്മൾ കുറേ സാധനങ്ങളൊക്കെ റെസ്ക്യൂ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് എന്തൊക്കെയാണ് കിട്ടിയെന്ന് നോക്കാം. ശരിക്കും ഈ വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പ്രിൻ്റർ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, നമുക്ക് ഒരു പ്രിൻ്ററിനകത്ത് നിന്ന് എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് കളക്ട് ചെയ്യാനാണ് ശരിക്കുള്ള ഈ വീഡിയോയുടെ ഒരു ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ നോക്കിയിട്ട് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ 2 സർക്യൂട്ട് ബോർഡുണ്ട്. ഈ സർക്യൂട്ട് ബോർഡിൽ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള കുറേ സാധനങ്ങളുണ്ട്. പക്ഷേ ഇത് എന്താണെന്ന് ചോദിച്ചാൽ വലിയ ഉപകാരമൊന്നുമില്ല. എന്തായാലും ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. മേ ബി ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിന് ഉപയോഗം വരുന്ന എന്തെങ്കിലും സാധനങ്ങൾ കാണുമായിരിക്കും, അറിയില്ല. പിന്നെ നമുക്ക് മെയിനായിട്ട് 2 മോട്ടറുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്താ ഇത്? പിന്നെ നമുക്കൊരു DC പവർ സപ്ലൈ കിട്ടിയിട്ടുണ്ട്. ഇതൊരു 42 വോൾട്ട് 1/2 ആംപിയറിൻ്റെ പവർ സപ്ലൈ ആണ്. പിന്നെ നമുക്കിവിടെ ഒരു ഇരുമ്പിൻ്റെ ഒരു കുഴൽ കിട്ടിയിട്ടുണ്ട്, ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു കുഴൽ കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് മേ ബി ഒരു ബ്ലോ ഡാർട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു, അല്ലേ? ഒരു ബ്ലോ ഡാർട്ട് ഗൺ ഉണ്ടാക്കാൻ പറ്റിയ സാധനമെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് ചെറിയൊരു പമ്പ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതൊരു ഹോസ് വെച്ച് തന്നെ പമ്പ് ചെയ്യുന്ന ഒരു പമ്പാണ്. ഓക്കെ, അപ്പോൾ ഈ ഹോസ് ഇങ്ങനെ ഞെക്കി വിടുന്നതനുസരിച്ച് എന്താ പറയുക, നമ്മളിങ്ങനെ ഞെക്കി വിട്ടാൽ ഇതിനകത്തൂടെ വരുമല്ലോ എന്ന് പറയാം. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ രീതി വർക്ക് ചെയ്യുന്ന ഒരു ടൈപ്പ് പമ്പാണിത്. അപ്പോൾ ഈ ഹോസ് ഇങ്ങനെ ഈ ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് സ്ക്വീസ് ചെയ്തിട്ടാണ് ഇതിനകത്തൂടെ വരുന്ന ഇങ്ക് പമ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പമ്പുണ്ട്. പിന്നെ ഞാനിവിടെ എക്സ്ട്രാ ആയിട്ട് കുറേ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളും അതുപോലെ തന്നെ കുറച്ച് സ്പ്രിങ്ങുകൾ, സ്ക്രൂ ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഫ്ലൈ വീലുകൾ, അതുപോലെ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ കുറച്ച് പാർട്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സാധനങ്ങൾ കൊണ്ടൊക്കെ ഒറ്റ നോട്ടത്തിൽ എന്തെങ്കിലും ഒരു ഗുണമുണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ പക്ഷേങ്കിൽ ഇത് നമുക്ക് എന്തെങ്കിലും ഒരു ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും എന്നൊരു തോന്നൽ കണ്ടിട്ട് എടുത്ത് വെച്ച സാധനങ്ങളാണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം എനിക്ക് എന്തെങ്കിലും കാക്കകൾ എന്നെ എന്താ ഇത്, ഞാനൊന്നും എടുത്തില്ലല്ലോ നിങ്ങളുടെ എന്ത് തേങ്ങയാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെക്കാനായിട്ട് എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. എനിക്കത് തോന്നിയിട്ടുണ്ട്. പക്ഷേങ്കിൽ ആക്ച്വലി എന്തെങ്കിലുമൊക്കെ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് ഇങ്ങനെയുള്ള കളക്ട് ചെയ്ത സാധനങ്ങൾ ഒരുപാട് ഉപയോഗം വന്നിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്നത്. അപ്പം നമ്മുടെ ചാനലിലുള്ള വീഡിയോസൊക്കെ നോക്കിയാൽ തന്നെ അറിയാം, നമ്മൾ ഒരുപാട് ടെക് പ്രൊജക്റ്റുകൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ പ്രൊജക്റ്റുകൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ കളക്ട് ചെയ്ത് വെച്ച പാർട്സൊക്കെ ഉപയോഗം വരാറുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ കളക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്കിവിടെ ഒരു റബ്ബറിൻ്റെ ഹോസ് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചെറിയ ഓട്ട, ഒരു 1.5 mm ഹോളുള്ള ഒരു ഹോസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു പ്രിൻ്റർ പൊളിച്ചതിനകത്ത് കിട്ടിയത്. ഓക്കെ, പിന്നെ കുറച്ച് പ്ലാസ്റ്റിക് ഉണ്ട്, അത് ആക്രിക്കടയ്ക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് പ്രിൻ്ററിനകത്തുനിന്ന് കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് അങ്ങനെ ഉപകാരങ്ങളൊന്നുമില്ല. പക്ഷേങ്കിൽ ഇതുപോലെ ഓരോ അപ്ലയൻസസ് പൊളിച്ചിട്ട് ഇതിനകത്തുള്ള എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളതെന്നൊക്കെ കാണാനായിട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവും എന്നെനിക്കറിയാം. ഓക്കെ, അതൊരാളാണ് ഞാനും. ശരിക്കും നമ്മൾ ഓർത്ത് നോക്കിയാൽ എന്തോരം ചെറിയ പാർട്സ് ഒരേപോലെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടാണ് ഒരു അപ്ലയൻസ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് പിടികിട്ടിയില്ലേ. അത് നമുക്ക് ഒരു വണ്ടർ അടിച്ചു പോകും, ഇങ്ങനെ സാധനങ്ങളെല്ലാം കറക്റ്റായിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ആലോചിച്ച്, അല്ലേ? ഇപ്പോൾ ഒരു പ്രിൻ്റർ തന്നെ ഇങ്ങനെ, അപ്പോൾ ഒരു വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു കാർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റ് ടൈമിങ്ങിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യണം, അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനകത്തെ പാർട്സൊക്കെ യൂസ് ചെയ്തിട്ട് ഇനിയും വരുന്ന വീഡിയോസിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് തോന്നുന്നവർ തീർച്ചയായിട്ടും കമൻറ്റ് ഇടുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ ഇനി എന്നെ പൊളിക്കാനുള്ളതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും പുതിയൊരു ഐറ്റമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.